കാലത്തിനനുസരിച്ച് നിൽക്കണമെങ്കിൽ മാറുന്ന സ്റ്റൈലുകൾ അറിഞ്ഞിരിക്കണം. സിനിമയിൽ അഭിനയിക്കുന്നവരാണെങ്കിൽ പ്രത്യേകിച്ചും. മലയാള സിനിമയിലെ എക്കാലത്തെയും രണ്ട് സ്റ്റൈൽ മന്നന്മാരായ മോഹൻലാലും മമ്മൂട്ടിയും പിന്തുടരുന്ന സ്റ്റൈലുകളെ കുറിച്ച് സംസാരിക്കുകയാണ് കോസ്റ്റ്യൂം ഡിസൈനർ സൂര്യ പാർവതി. മമ്മൂട്ടി ഇപ്പോഴും ഫാഷൻ ലോകത്ത് യൂത്തന്മാരെ കടത്തിവെട്ടുന്ന തരത്തിലുള്ള ട്രെൻഡ് സെറ്ററാണ്. താൻ ധരിക്കുന്ന വേഷത്തിന്റെ കാര്യത്തിൽ മമ്മൂട്ടി കണിശക്കാരനാണ് എന്ന് സിനിമാ രംഗത്തുള്ള പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. മമ്മൂട്ടിയുടെ പുതിയ ഫോട്ടോകൾ പുറത്തു വരുമ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് തീ പിടിക്കാറുള്ളത് അദ്ദേഹത്തിന്റെ ഈ ഒരു സ്വഭാവം കൊണ്ടാണ്. എന്നാൽ മോഹൻലാലിന് അക്കാര്യത്തിൽ അത്ര പിടിവാശിയൊന്നുമില്ല. വിസ്മയത്തുമ്പത്ത്, ഹലോ അടക്കമുള്ള ചിത്രങ്ങളുടെ കോസ്റ്റ്യൂം ഡിസൈനർ ആയിരുന്ന സൂര്യ പാർവതി മലയാളത്തിലെ സൂപ്പർ താരങ്ങൾക്കൊപ്പം പ്രവർത്തിച്ച അനുഭവം പങ്കുവെക്കുന്നത് ഇങ്ങനെയാണ്. മമ്മൂക്കയ്ക്ക് സ്വന്തമായി ഒരു കോസ്റ്റ്യൂമർ ഉണ്ടെങ്കിലും നിറങ്ങൾ, ഫാബ്രിക് എന്നീ കാര്യങ്ങളിൽ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പുള്ളിക്ക് വെറൈറ്റിയാണ് താല്പര്യം. സാധാരണയായി കാണുന്ന സംഭവങ്ങളൊന്നും ഇഷ്ടമല്ല. അദ്ദേഹം നേരത്തെ കണ്ടിട്ടുള്ള സാധനം അതിപ്പോൾ ട്രെൻഡിങ് ആണെങ്കിലും അത്ര ഇഷ്ടമല്ല, സൂര്യ ഓർക്കുന്നു. എന്നാൽ അത് തുറന്നു പറയാൻ ഒട്ടും മടിയുള്ള കൂട്ടത്തിലുമല്ല മമ്മൂക്ക. ഓരോ ഡ്രസ്സ് കൊണ്ടുചെന്ന് കാണിക്കുമ്പോൾ പറയും, ഇത് പഴയ ഫാഷൻ ആണല്ലോ, ഇതൊക്കെ ഇപ്പോഴും ഉണ്ടോ എന്ന് ചോദിക്കും. തന്റെ ഡ്രസ്സിംഗ് സ്റ്റൈൽ സംബന്ധിച്ച് ഇത്രയും കോൺഫിഡൻസ് ആയ ആൾ വേറെ ഉണ്ടാവില്ല. എന്നാൽ മോഹൻലാലിനെ കൈകാര്യം ചെയ്യാൻ കുറച്ചുകൂടി ഈസിയാണ്. ചെയ്യുന്ന കഥാപാത്രത്തിന് അനുയോജ്യമാണ് നൽകുന്ന വേഷമെങ്കിൽ പുള്ളിക്ക് വേറെ ഡിമാൻഡ്സ് ഒന്നുമില്ല. ഹലോയിൽ മോഹൻലാലിന്റെ മേക്ക് ഓവർ നല്ല രസമായിരുന്നു. മുടി സ്ട്രെയിറ്റൻ ചെയ്ത് കളർ ചെയ്ത് കിടിലൻ ലുക്കിലായിരുന്നു ലാലേട്ടനെ അവതരിപ്പിച്ചത്. പുള്ളിക്കും ഏറെ ഇഷ്ടമായിരുന്നു ആ സ്റ്റൈൽ. ഷാജി കൈലാസിന്റെ ഒരു പടം ചെയ്തിട്ടാണ് പുള്ളി ഹലോയിലേക്ക് വന്നത്. നല്ല വണ്ണം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ തടി കുറയ്ക്കാൻ ഞങ്ങൾ ആദ്യമേ പറഞ്ഞു. ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം നന്നായി മെലിഞ്ഞു വന്നിട്ടാണ് ഹലോ ചെയ്യുന്നത്, സൂര്യ പറയുന്നു. നടന്മാരിൽ ഏത് വേഷമിട്ടാലും ചേരുന്നൊരാൾ മമ്മൂക്കയാണ്. നടിമാരിൽ അത് സമൃദ്ധ സുനിലാണ്. കാര്യം പറഞ്ഞാൽ സമൃദ്ധയ്ക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നതാണ് അവരുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ അവർക്കൊപ്പം ജോലി ചെയ്യാൻ എളുപ്പമാണ്. പൊതുവെ നായികമാർ ഡ്രസ്സിന്റെ കാര്യത്തിൽ കണിശക്കാരായിരിക്കും. ചെരുപ്പ്, കമ്മൽ ഇങ്ങനെ നമ്മൾ കൊടുക്കുന്നത് പറ്റില്ല എന്നൊക്കെ പറയും. ഹലോയിലെ നായിക പാർവതി മിൽട്ടൺ വന്നപ്പോൾ തന്നെ കുറെ ഡിമാൻഡ്സ് വെച്ചു. നല്ലോണം വെളുത്തിട്ടായതിനാൽ ചില കളറുകൾ തനിക്ക് ചേരില്ല എന്ന് തുടക്കത്തിലേ അവർ പറഞ്ഞിരുന്നു. ആദ്യമൊക്കെ മേക്കപ്പ് അവർ സ്വന്തമായി ചെയ്തു വരും. പിന്നെ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കലായിരുന്നു അടുത്ത ടാസ്ക്. അവസാനം സംഭവം മനസ്സിലാക്കി അവർ കൂടെ നിന്നു. വിസ്മയത്തുമ്പത്ത് എന്ന സിനിമയിലേക്ക് നയൻതാര വന്നപ്പോൾ തന്നെ അവർ ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ ആകുമെന്ന് തോന്നിയിരുന്നു. കാരണം അങ്ങനെ ഒരു വൈബാണ് അടിച്ചത്. നയൻതാര പഠിച്ചതൊക്കെ നോർത്തിലായതുകൊണ്ട് ഫാഷനെ കുറിച്ച് നല്ല ഐഡിയകളുണ്ട്. ചില വേഷങ്ങൾ കൊടുക്കുമ്പോൾ ഇതെനിക്ക് ചേരില്ല എന്നൊക്കെ അറുത്തു മുറിച്ച് പറയും. ഫാസിൽ പറയുമ്പോൾ ഓക്കെയാണ്. ചിലപ്പോഴൊക്കെ സാറിനെ കൊണ്ട് പറയിപ്പിച്ചിട്ടുമുണ്ട്, സൂര്യ കൂട്ടിച്ചേർത്തു.